വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്ര കോഴിക്കോട് ജില്ലയിലെ ദേവഗിരി കോളേജിലേക്കാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപമാണ് ഈ ദേവഗിരി കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഈ കോളേജിലേക്ക് ഞാൻ വരുവാനുള്ള ഒരു ഉദ്ദേശം, നിരവധി മലയാള സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇവിടെ വച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കോളേജ് ക്യാമ്പസിനെ വിഷയമാക്കിക്കൊണ്ടാണ് ഒട്ടുമിക്ക സിനിമകളും ഇവിടെ വച്ച് ചിത്രീകരിച്ചത്. ഈ കോളേജിലേക്ക് ഞങ്ങൾക്ക് കടന്നു വന്ന് ഇവിടെയുള്ള ഭാഗങ്ങളെ ചിത്രീകരിക്കാൻ ഞങ്ങൾക്ക് പെർമിഷൻ തന്ന ഇവിടുത്തെ ഫാദറോടും ഇവിടെയുള്ള അധികാരികളോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. വിഷയത്തിലേക്ക് കടന്നു വരാമല്ലോ. 1991 പുറത്തിറങ്ങിയ ഗോഡ് ഫാദർ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമ ഓർക്കുന്നുണ്ടല്ലോ. നമ്മുടെ മുകേഷ് ചേട്ടൻ്റെ ലോ കോളേജായിട്ട് കാണിക്കുന്നത് ഈ കോളേജാണ്. കൂടാതെ തന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടൻ കനക ചേച്ചിയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരു പൈസ പിരിക്കുന്ന രംഗം ഓർക്കുന്നുണ്ടല്ലോ. ഈ ഭാഗങ്ങളിൽ വെച്ചാണ് അതെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഭാഗങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അതുപോലെ തന്നെ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ആ സിനിമയിൽ നായികയുടെ ആദ്യത്തെ വരവും പിന്നീട് അവിടെ നടക്കുന്ന ഒരു ഇലക്ഷനും ഓർക്കുന്നുണ്ടല്ലോ. ഇലക്ഷന് കൂടാതെ ഇലക്ഷൻ്റെ റിസൾട്ടും അതോടനുബന്ധിച്ചുള്ള പാട്ടുകളെല്ലാം ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ സിനിമയുടെ 60% ഇവിടെ വെച്ച് തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ കോളേജിനോട് സമീപത്ത് തന്നെ ഒരു പാർക്കുണ്ട്. ആ സിനിമയിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും അന്നത്തെ പാർക്ക്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ പിൻഗാമി എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങളെല്ലാം ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലാലേട്ടൻ തൻ്റെ അനുജത്തിയെ തിരഞ്ഞുകൊണ്ട് ഇവിടെ വരുന്ന ഒരു രംഗമുണ്ടല്ലോ. ഈ കോളേജിൻ്റെ വരാന്തയിൽ വെച്ചാണ് അദ്ദേഹം തൻ്റെ അനുജത്തിയെ കാണുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ തൻ്റെ അനുജത്തി വരികയും പിന്നീടുള്ള കുറച്ച് സംസാരങ്ങളെല്ലാം ഈ കോളേജിൻ്റെ വരാന്തയിൽ വെച്ചാണ് അന്നത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ നമ്മുടെ മമ്മൂട്ടി സാറിൻ്റെ അദ്വൈതം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹം ഒരു ജീപ്പ് എടുത്തുകൊണ്ട് വരുന്ന ഒരു വരവ് ഉണ്ടല്ലോ, അത് ഈ ഭാഗത്ത് ഈ കോളേജിനെ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1985 മുതൽ ഒരു 95 കാലഘട്ടങ്ങൾ വരെ നിരവധി സിനിമകളും ചെറുതും വലുതുമായി ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യുവാനിടയായി. ഇന്നും ആ കോളേജ് അതേപോലെ തന്നെ ഇന്നും ഒരു മാറ്റവുമില്ലാതെ ഈ കോളേജ് ഇവിടെയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.